അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു 5 വ്യായാമങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഡെയിലി ഇതുപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർ, ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവർ, അതുപോലെ ജോഗിങ്ങിനൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. ഇനി നിങ്ങളൊരല്പം ഏജുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ഫോളോ ആവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത്തും അതുപോലെ ഫ്ലെക്സിബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ബോഡിയുടെ ഒരു ബാലൻസും ഒക്കെ നമുക്ക് ഡെയിലി ഈ ഒരു വർക്കൗട്ടിലൂടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു പ്രധാനമായിട്ട് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിയിലൊരു വാമപ്പ് ചെയ്തിരിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾ ഡെയിലി ഈ ഒരു വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. സ്ഥിരമായിട്ട് ഡെയിലി ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഫലവും കിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വേണവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് സ്ക്വാട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് സ്ക്വാട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ വിത്തിലാണ് നമ്മുടെ ലെഗ് താഴെ വെക്കേണ്ടത്. അപ്പം ഷോൾഡർ വിത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി വൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഷോൾഡർ വിത്തിൽ നിന്ന് പലർക്കും ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ഒരല്പം വണ്ണം കൂടുതലുള്ളവർക്കൊക്കെ ഈ ഒരു പൊസിഷൻ ഒരല്പം ടഫായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടി കുറച്ചുകൂടി ഒന്ന് വൈഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കാലിൻ്റെ ടോ ഒന്ന് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വെക്കുന്നു. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. നിങ്ങൾ ആദ്യം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഷോൾഡർ വിത്തിലേക്ക് വന്നിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുക, കൈകളൊന്ന് മുന്നിലേക്ക് ഇതുപോലെ നീട്ടിപ്പിടിക്കുക. ഇങ്ങനെ പിടിക്കുന്ന ഇതുപോലെ പിടിച്ചാലും മതി. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് ഇത്തിരി കുറവുള്ളവർക്കൊക്കെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൈ ഇങ്ങനെ വയ്ക്കാൻ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ സ്ലോവിൽ ഇതുപോലെ താഴേക്ക് നമ്മുടെ ലുക്ക് നേരെ തന്നെ, ചെസ്റ്റ് നേരെ തന്നെ വെച്ചുകൊണ്ട് നേരെ നോക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് വന്ന് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് അപ്പ് ചെയ്യുക. വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ടുകാല് നീട ഒരു ലെവലിൽ വേണം നമ്മുടെ സീറ്റ് ബാക്ക് സൈഡിൽ വരാണ്ട്. ഈ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഷോൾഡർ ലെവലായിട്ട് നട്ടെല്ലും പരമാവധി നേരെ നിർത്തിക്കൊണ്ട് ലുക്ക് നേരെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു 20 നമ്പർ വെച്ച് 3 തവണയായിട്ട് ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്വാട്ട് വ്യായാമത്തിൻ്റെ ഏറ്റവും പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് നല്ല ബലം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കാലുകൾക്കും അതുപോലെ തന്നെ കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ ലോവർ ബാക്കിൻ്റെ ബലത്തിനും നല്ലൊരു വർക്കൗട്ട് തന്നെയാണ് സ്ക്വാട്ട് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ലെഗ് എന്ന് പറയുന്ന ഒരു വ്യായാമം കൂടി നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ വിത്തിലല്ല, പകരം നമ്മൾ ഹിപ്പിൻ്റെ ഈ ഒരു ലെവലിൽ തന്നെ, നമ്മുടെ ആ ഒരു സീറ്റിൻ്റെ ലെവലിൽ തന്നെയാണ്, ഈ ഒരു നോർമലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഒരു കാല് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുമ്പോൾ ഒരു വലിയ സ്റ്റെപ്പാണ്, ഒരു ലെങ്ത്ത് കൂടിയ സ്റ്റെപ്പിലേക്ക് ഉണ്ടാകും. ഇതുപോലെ ഒരു ലെങ്ത്ത് കൂടിയ സ്റ്റെപ്പിലേക്കാണ് വെക്കേണ്ടത്. ഇനി കൈകൾ രണ്ടും നമ്മുടെ അരയുടെ 2 വശത്തും വെക്കുക. ലുക്ക് നേരെ തന്നെ കൊടുക്കുക, ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 2 കാൽമുട്ടും ഒരേ സമയം തന്നെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ പുറകിലെ കാലിലെ ഹീല് റൈസ് ആയിട്ട് ടോയ് ആയിരിക്കും താഴെ. ബാക്കിൽ വെച്ചേക്കുന്ന ലെഗ് താഴെ ഫ്ലോറിൽ ടച്ച് ആവണ്ട, നീ ആ ഫ്ലോറിൻ്റെ ലെവലിൽ ഉണ്ട്, ഇത്രയും വന്നാൽ മതി. ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഇവിടെ നിന്ന് വീണ്ടും ഒന്ന് അപ്പ് ചെയ്യുക, വീണ്ടും ഡൗൺ ചെയ്യുക. നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നീയുടെ ലെവലും താഴത്തെ ഈ ആംഗിളും ഇതൊരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും. കണ്ടോ, ഈ ഒരു പൊസിഷനിലല്ല വരുന്നത്, പകരം ഇങ്ങോട്ടുമല്ല. അപ്പോൾ ഇതിവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് വരുന്നത്. അതുപോലെ താഴത്തെ നീ, ബാക്കിലെ ലെഗിൻ്റെ നീ നമ്മൾ ഈ സീറ്റിൻ്റെ ലെവലിലായിരിക്കണം. ഇതൊരിക്കലും ഇങ്ങോട്ടും പോകരുത്, സീറ്റിന് ബാക്കിലേക്കും പോകരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായൊരു മെഷർ കിട്ടും. ഇപ്പോൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങളുടെ ആ പൊസിഷനിൽ നിന്നുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിൽക്കുക, ഇവിടെ നിന്ന് വീണ്ടും അപ്പ് ചെയ്യുന്ന സമയത്ത് 2 കാലം സ്ട്രൈറ്റ് ആക്കുക, വീണ്ടും ഒരുമിച്ച്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇതൊരു 15 തവണ, സ്റ്റാർട്ടിങ്ങിൽ ഒരു 15 തവണ വീതം അല്ലെങ്കിൽ 10 തവണ വീതം നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്പർ കൂട്ടി എടുക്കുക. അതുപോലെ ലെഗ് ചേഞ്ച് ചെയ്തിട്ട് 2 സൈഡും ചെയ്യും. അപ്പോൾ ലെഗ് വ്യായാമത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, അതുപോലെ ബാലൻസിങ് നല്ല ബെസ്റ്റ് ആക്കുക എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന മൂവ്മെൻറ്റുകളൊക്കെ, സ്റ്റെപ്പ് കയറാനൊക്കെ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ നിങ്ങൾ നോർമലി ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാംസ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ബാക്കിലെ ലെഗ് ഒന്ന് റേസ് ചെയ്തിട്ട് കണ്ട തിരിച്ച് ബാക്കിലേക്ക് വെക്കുമ്പോൾ വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇത് സ്ട്രെങ്ത്തിനോടൊപ്പം നല്ല നമ്മുടെ ബാലൻസിങ് നല്ല ഇതാക്കണം. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ സ്റ്റെപ്പ് കയറുന്ന സമയത്തൊരു വീഴാനുള്ള ഒരു ചാൻസൊക്കെ വളരെയേറെ കുറക്കാനായിട്ട് ഈ ഒരു വർക്കൗട്ട് കൊണ്ട് സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു പുഷപ്പിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം. പുഷപ്സ് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും പുഷപ്സ് കൃത്യമായ രീതിയിൽ ചെയ്യാനായിട്ട് അറിയില്ല, കാരണം ആ ബോഡിയുടെ പൊസിഷൻ കൃത്യമായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഫ്ലോറിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക.
ഇനി ഇവിടെ നിങ്ങൾ കൈകൾ രണ്ടും നമ്മൾ ചെസ്റ്റിൻ്റെ ഇരുവശത്തായിട്ട് ഇതുപോലെ ടച്ച് ചെയ്യുക. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അകലത്തിൻ്റെ ഒരല്പം കൂടി പുറത്തേക്ക് മാറ്റിയിടണം. ഷോൾഡർ ലെവലല്ല, ഒരല്പം കൂടി പുറത്തേക്ക് മാറ്റിയിട്ട് വേണം ഈ ഒരു പൊസിഷൻ ചെയ്യാണ്ട്. കാരണം ഇതിന് ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. കൈകൾ അടുപ്പിച്ച് വെച്ച് ഡയമണ്ട് പുഷപ്സ്, അതുപോലെ ആർച്ച് പുഷപ്സ്, അങ്ങനെ ഒത്തിരി പുഷപ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നോർമലി നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും ചെയ്ത് പഠിക്കുവാനും ഏറ്റവും ബെറ്റർ ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഷോൾഡറിൻ്റെ ഒരു അല്പം വൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൈ കുത്താണ്ട് നമ്മുടെ എൽബോ, കൈയിൻ്റെ മുട്ട് നമ്മുടെ ബോഡി ലെവലിൽ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഉണ്ട്, ബോഡി ലെവലല്ല, 90 അല്ല, ഒരു 45 ഡിഗ്രി ആംഗിൾ. സ്വാഭാവികമായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് അങ്ങനെയാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് കൈ വെള്ളയിലേക്ക് നന്നായിട്ടൊന്ന് ഫോഴ്സ് കൊടുക്കുക. കാലിൻ്റെ ടോ താഴെ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുക. ബോഡി മൊത്തം ഒന്ന് ടൈറ്റ് ചെയ്യുക. നിങ്ങളുടെ വയറിലെ പേശികളൊക്കെ ടൈറ്റ് ചെയ്ത് ഒന്ന് മുറുക്കം കൊടുക്കുക. അതിനുശേഷം കൈയിലേക്കും കാലിൻ്റെ വിരലുകളിലേക്കും ഫോഴ്സ് കൊടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിച്ചെടുക്കുക. ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇൻ ചെയ്യുക. ഉയരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് സ്ലോലി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉയരുന്ന ആ ഒരു ഫോഴ്സിനനുസരിച്ച് ശ്വാസം പുറത്തേക്ക് ഇതുപോലെ ഒന്ന് വിട്ടുകൊടുക്കുക. അപ്പ് ചെയ്യുമ്പോൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് അപ്പ് ചെയ്യുക. നിങ്ങളുടെ ലുക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരെ നോക്കണ്ട. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ലുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുള്ളൂ. കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോർമലി ഈ ഒരു ഭാഗത്തായിരിക്കും, നമ്മളെ കൈയുടെ കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും. ഈ ഒരു ലുക്കിൽ കൊടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സ്ലോലി ഡൗൺ ചെയ്യുക. താഴെ വരുമ്പോൾ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാതെ, നമ്മൾ താഴെ മുട്ടാതെ വീണ്ടും ഉയരുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ മുതൽ ഹീല് വരെയുള്ള ഭാഗം ഒരേ ലൈനിൽ വേണം വരാണ്ട്. ഒരു സൈഡ് ബെൻഡ് ആവുകയോ താഴേക്ക് ബെൻഡ് ആവുകയോ അല്ലെങ്കിൽ മുകളിലേക്ക് ബെൻഡ് ആവുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. കാരണം താഴേക്ക് ബെൻഡ് ആകുമ്പോൾ നമ്മളുടെ നട്ടെല്ലിൻ്റെ ഒരു സമ്മർദ്ദം കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് പെയിൻ വരും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ സ്റ്റഡി ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വീണ്ടും ഇവിടെ നിന്ന് സ്ലോലി ഡൗൺ ചെയ്യുക, അതുപോലെ അപ്പ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്പ് ചെയ്യാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഡൗൺ ചെയ്യാൻ എടുക്കുക. കാരണം ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് താഴരുത്. അപ്പ് ചെയ്യാൻ ഇത്ര സമയം എടുക്കുന്നത്. ഇപ്പം 1 സെക്കൻഡിൽ അപ്പ് ചെയ്യുകയാണെങ്കിൽ 2 സെക്കൻഡിൽ ഡൗൺ ചെയ്യാം. ആ ഒരു ഫോർമേഷനിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ, അതുപോലെ ചെസ്റ്റ്, ട്രൈസെപ്സ്, അതുപോലെ കോർ മസിൽസ്, ബാക്ക്, ഒരു ടോട്ടൽ ബോഡി ഫുൾ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് തന്നെയാണ് പുഷപ്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യായാമമായിട്ട് നമുക്ക് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു വ്യായാമം ചെയ്യാം. അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റഡി ആയിട്ട് ഇതുപോലെ താഴെ കിടക്കുക, കൈകൾ നമ്മുടെ ബോഡിയോട് ചേർത്ത് ഇതുപോലെ വെക്കുക. ഇനി കാല് നോർമൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. അധികം ഇങ്ങോട്ട് ചേർക്കണ്ട. നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള മൂവ്മെൻറ്റ്, പാദം സ്ട്രെയിറ്റ് ആയിട്ട് താഴെ ഇരിക്കുന്ന രീതിയിൽ കൈകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടുന്ന് ചെയ്യേണ്ടത് നമ്മളുടെ വയറിലെ പേശികൾ നന്നായിട്ടൊന്ന് ടൈറ്റ് കൊടുക്കുക. നല്ലൊരു ടൈറ്റ്, ഇതിലേക്ക് നമുക്കൊരു വയറിലേക്ക് നല്ല ടൈറ്റ് കൊടുത്തുകൊണ്ട് കാലിലേക്ക് ബലം കൊടുക്കുക. കാല് ഫുള്ളായിട്ട് താഴേക്ക് വിട്ടിട്ട് ഉപ്പ് കുറ്റി നമ്മുടെ ഹീലിലേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് കണ്ടോ ഇതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ഉയർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ശരീരം ഒന്ന് ഉയർത്തുക. ഇനി ഉയർന്നു വരുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂട്ട് കൂടി ഒന്ന് ടൈറ്റ് ചെയ്യുക. നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ഗ്ലൂട്ട് കൂടി ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ മുതൽ മുട്ടുകാല് വരെ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇങ്ങനെ ഒരു ബെൻഡല്ല, ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. പെട്ടെന്ന് ഉയർന്നിട്ട് താഴെ ഒരു 20 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യേണ്ട, തൊട്ട് മുന്നേ നിർത്തിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൊസിഷനിലൊന്ന് കീപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഡൗൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും നന്നായിട്ട് ചെയ്യുക. കാരണം ഇത് നമ്മളുടെ ലോവർ ബാക്കിനും അതുപോലെ ഗ്ലൂട്ട് മസിലിനും കാലിൻ്റെ ഹാംസ്ട്രിങ് മസിലിനും എല്ലാത്തിനും ഒരുപോലെ സ്ട്രെങ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു പ്ലാങ്ക് വ്യായാമം കൂടി ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പുഷപ്സ് ചെയ്ത പൊസിഷനിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുഷപ്സ് ചെയ്ത പോലെ തന്നെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് കൈ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് നമ്മൾ ഷോൾഡറിൻ്റെ ലെവലിലാണ് ഈ കൈ ഇരിക്കുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഷോൾഡറിൻ്റെ വിത്തിലും അതുപോലെ ഉണ്ടാകും. ഈ ഒരു മൂവ്മെൻറ്റ് വരരുത്, ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മളെ തോൾ എവിടെയാണോ ആ തോളിൻ്റെ ലെവലിൽ തന്നെയായിരിക്കും ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിവിടെ ഒന്ന് ടൈറ്റ് ആക്കി വെക്കുക. കാല് പരമാവധി വൈഡ് ചെയ്യേണ്ട, നിങ്ങൾ ചേർത്ത് വെച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഇവിടെ നിന്ന് ഇതും നമ്മൾ ഹീല് മുതൽ നമ്മുടെ ഷോൾഡർ വരെയുള്ളൊരു ഭാഗം ഒറ്റ ഒരു ലൈനിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ടൊരു ബെൻഡ് വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ കോർ മസിൽ, നമ്മുടെ വയറിലെ പേശികളിലേക്ക് മാക്സിമം നല്ല ടൈറ്റ് കൊടുത്തുകൊണ്ട് അതിനെ ചുരുക്കി പിടിക്കാൻ ശ്രമിക്കുക.
കാരണം ഇതൊരു ഐസോമെട്രിക് വ്യായാമമാണ്. കാരണം നമ്മളെ പേശികൾക്ക് മൂവ്മെൻറ്റ് കൊടുക്കാതെ, ജോയിൻസിന് മൂവ്മെൻറ്റ് കൊടുക്കാതെ നമ്മളൊരു സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ് ഐസോമെട്രിക് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും, നമ്മൾ ചലനങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ പേശികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് വരും. നിങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അറിയാൻ പറ്റും. നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10 മുതൽ 20 സെക്കൻഡ് വരെ ബിഗിനേഴ്സായിട്ടുള്ള ആളുകളൊന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കുക. അത് 30 സെക്കൻഡ് 1 മിനിറ്റ് വരെ എത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഡെയിലി ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യായാമം കൂടി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതോടൊപ്പം തന്നെ ചെയ്യാവുന്ന മറ്റൊരു വ്യായാമമാണ് പുള്ളപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ കൊണ്ടിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പുള്ളപ്പ് നിങ്ങൾക്ക് പലർക്കും ചെയ്യാൻ അറിയാമായിരിക്കും. നമ്മളൊരു ബാറിൽ തൂങ്ങിക്കിടക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് പുള്ളപ്പ് ബാർ നമുക്ക് വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് പുള്ളപ്പ് അതിൽ ചെയ്യുന്നത് ഏറ്റവും നല്ല ബെറ്ററാണ്. സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ടുള്ളതാണ്. അപ്പം പ്രധാനപ്പെട്ട ഒരു 5-6 വ്യായാമങ്ങളിൽ ഒന്നാണ് പുള്ളപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.